Patriot, much anticipated movie of 2026, written and directed by മഹേഷ് നാരായണൻ. പിന്നെ നമ്മുടെ ലെജൻസ് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ, പിന്നെ ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചക്ക ബോബനുണ്ട്, നയൻതാരയുണ്ട്, ദർശനയുണ്ട്, സെറീനുണ്ട്, അങ്ങനെ പല പല ആക്ടേഴ്സ്, ഇന്ദ്രൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പടം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ 18 വർഷത്തിന് ശേഷം അവരൊന്നിക്കുന്നു. മുമ്പ് 2020 ആണെന്ന് തോന്നുന്നു അവർ ലാസ്റ്റ് ഒരുമിച്ച് ആക്ട് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. മഹേഷ് നാരായണൻ, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. താങ്കളുടെ പഴയ പടങ്ങൾ, ഇതിനു മുമ്പത്തെ പടങ്ങൾ, ആ ഒരു സ്റ്റോറി ഡെപ്ത്, പിന്നെ അത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. പക്ഷേ ഈ പടത്തിലെല്ലാം അത് എനിക്ക് ഫ്ലാറ്റായിട്ടാണ് തോന്നിയത്. ഓപ്പണിംഗ് സീൻസിൽ മാത്രമാണ് എല്ലാ ആക്ടേഴ്സിനും കയ്യടി കിട്ടിയത്. പിന്നെ എല്ലാം സൈലൻസ് ആയിരുന്നു തിയേറ്ററിൽ. ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ ഇത്രയും വർഷത്തിന് ശേഷം ഒരു സിനിമയ്ക്ക് വേണ്ടി വരുമ്പോൾ. പിന്നെ അതിൽ ഫഹദ് ഫാസിലുണ്ട്, നയൻതാരയുണ്ട്, പിന്നെ കുഞ്ചക്ക ബോബൻ, അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ പടത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ ഓട്ടോമാറ്റിക്കലി അത് പ്രതീക്ഷിക്കും, എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന്. ഒന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചത് സെക്കൻഡ് ഹാഫിൽ ഇനി എന്തെങ്കിലും വലുത് വരുമായിരിക്കുമെന്നാണ്. സെക്കൻഡ് ഹാഫും കഴിഞ്ഞു, പടവും കഴിഞ്ഞു, മറ്റേ പടത്തിൽ ആനയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. അത്രയേറെ പ്രതീക്ഷിച്ചിട്ടാണ് പടം കാണാൻ പോയത്. എന്തെങ്കിലും ഒരു വാവ് ഫാക്ടർ, അല്ലെങ്കിൽ മഹേഷ് നാരായൺ ഫാക്ടർ, അല്ലെങ്കിൽ മമ്മൂട്ടി ഫാക്ടർ, അല്ലെങ്കിൽ മോഹൻലാൽ ഫാക്ടർ. ലാലേട്ടൻ എന്തിനാണ് ഈ സിനിമ സൈൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നയൻതാര ആവശ്യമേ ഇല്ല. നയൻതാരയുടെ ഒരു ആവശ്യം ഈ പടത്തിൽ ഞാൻ കണ്ടില്ല. പിന്നെ എന്തുകൊണ്ട് സൈൻ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ത്രൂ ഔട്ട്, സ്റ്റാർട്ട് ഫ്രം ദ എൻഡ്, ത്രൂ ഔട്ട് മമ്മൂക്കയുണ്ട് പടത്തിൽ, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചക്ക ബോബനുണ്ട്. ഫഹദ് ഫാസിൽ ഈ ക്യാരക്ടർ, ഈ ആക്ടിങ് നമ്മൾ മുമ്പ് പല പടത്തിലും ഫഹദിനെ കണ്ടിട്ടുണ്ട്. ഐ മീൻ ട്രാൻസിലൊക്കെ പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ട്രാൻസിൽ ഒക്കെ ആക്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഐ മീൻ ചാടി നിൽക്കുക എന്ന് പറയില്ലേ, ഹൈലി എനർജറ്റിക്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ആ ഒരു ട്രാൻസും. പിന്നെ വേറെ പടത്തിൽ കണ്ടിട്ടുണ്ട് ഫഹദിൻ്റെ ഈ ഒരു ആക്ടിങ് സ്കില്ലെന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈലി ടാലൻറ്റഡ് പാൻ ഇന്ത്യൻ ആക്ടറാണ്. പക്ഷെ എനിക്ക് എവിടെയോ കണ്ട പോലെ ഒരു ഫീലിംഗ് ആണ് ഫഹദിൻ്റെ ആക്ടിങ്. കുഞ്ചക്ക ബോബൻ ഓക്കെ, ദർശന വന്നു പോകുന്നു, ഓക്കെയാണ്. നയൻതാര കണ്ടതേയില്ല. കണ്ടതും കാണാത്തതും ഒരുപോലെ എന്ന് പറയുന്ന പോലെ ഈ നയൻതാരയുടെ എന്തുകൊണ്ട് സൈൻ ചെയ്തു എന്ന് ആളോട് തന്നെ ചോദിക്കണം. ആൻഡ് മോഹൻലാൽ, ലാലേട്ട വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു പടത്തിന് ലാലേട്ടന് അത്ര സ്ക്രീൻ സ്പേസ് ഇല്ല. പിന്നെ മമ്മൂക്കയാണ് ത്രൂ ഔട്ട്, സ്റ്റാർട്ട് ഫ്രം ദ എൻഡ് മമ്മൂക്കയുടെ പടമാണ്. കുഞ്ചക്ക ബോബനും റോളുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. പക്ഷെ ലാലേട്ടന് അത്ര അധികം റോളില്ല. എന്നിട്ടും എന്തുകൊണ്ട് ആക്ട് ചെയ്തു എന്ന് എനിക്ക് അറിയുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുഷിൻ ശ്യാമാണ്, നന്നായി ചെയ്തിട്ടുണ്ട്, എലിവേറ്റ് ചെയ്തിട്ടുണ്ട് പടത്തിന്, മോശമില്ല. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ്, ഒരു വാവ് ഫാക്ടർ ഇല്ല. അതാണ് മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത്. അതാണ് ഒരു വാവ് ബ്രില്യൻറ്റ് എന്ന് പറയുന്നൊരു സീനില്ല. ത്രൂ ഔട്ട് ഒരു ഫ്ലാറ്റായിട്ട് ഇപ്പോൾ വരും, ഇപ്പം എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു പടത്തിന് ആ ഒരു എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒരു ഫാൻസിൻ്റെ ഒരു ഇതങ്ങോട്ട്
മീറ്റായില്ല. ട്വിസ്റ്റൊന്നുമില്ല പടത്തിന്. നമുക്കറിയാം സ്റ്റോറി എന്താണ്, സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്. എല്ലാവരും കാണേണ്ട പടമാണ്. കാരണം സ്റ്റോറി റെലവൻ്റ് ആണ്. കാരണം എല്ലാവരും അറിയേണ്ട സ്റ്റോറി തന്നെയാണ്. നമ്മുടെ രാജ്യത്തല്ല, ആസ് എ ഹോൾ ലോകത്ത് ഫുള്ള് അറിയേണ്ട സ്റ്റോറി തന്നെയാണ്. എനിക്ക് തോന്നുന്നു മേ ബി ഡയറക്ടർ കൂടുതലും ആ സ്റ്റോറി പറയാനാണ് ശ്രമിച്ചതെന്നാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. മീൻസ് ഇത്രയും സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവന്നിട്ട് മേ ബി ആ സ്റ്റോറി പവർഫുൾ ആക്കുക എന്നുള്ളത് കൊണ്ട് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഇമ്പാക്റ്റ്, ഒരു കാസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് അങ്ങോട്ട് വന്നില്ല. മേ ബി അത് കാരണം ചിലപ്പോൾ പടം വിചാരിച്ച പോലെ വന്നില്ല എന്ന് തോന്നും. ആസ് എ ഫാൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താ, മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് വരുന്നു, അതിൽ ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്, പിന്നെ വേറെയും കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ എന്തോ വലുത് വരാനിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഫാൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ആനയും വന്നില്ല, ജ്യോതിയും വന്നില്ല, പടം എൻഡ് ചെയ്തു പോയി. മഹേഷ് നാരായണൻ ഒരു റൈറ്റർ, ഒരു ഡയറക്ഷൻ, ക്യാമറ എല്ലാം നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. കഥ കേൾക്കേണ്ട കഥ തന്നെയാണ്, അറിയേണ്ട കഥ തന്നെയാണ്. പക്ഷെ നമ്മൾ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് വലുതാണ്. മോഹൻലാൽ, മമ്മൂട്ടി, ആ പേര് തന്നെ മതിയല്ലോ. പക്ഷേ ദർശന നന്നായി ചെയ്തിട്ടുണ്ട്, സെറീൻ നന്നായി ചെയ്തിട്ടുണ്ട്, അത് എല്ലാ ആക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് സിനിമയ്ക്ക് ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം ഉത്തരം പറയാൻ. പടം കണ്ടോളൂ, എല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. ആസ് എ സ്റ്റോറി അറിയേണ്ട സ്റ്റോറി തന്നെയാണ്. പക്ഷെ എക്സ്പെക്റ്റ് ചെയ്യരുത്, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്. ഒരു സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞ് തിയേറ്ററിലോട്ട് ആരും പോകണ്ട, അത് നിങ്ങൾക്ക് കിട്ടില്ല, ഷുവറാണ്. സിനിമ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണുക, തിരിച്ചു പോരുക. അല്ലാതെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്. സിനിമ എങ്ങനെയാണോ അതേപോലെ കാണുക, കണ്ടൻറ്റ് കാണുക, തിരിച്ചു പോരുക. അതാണ് എനിക്ക് പടത്തിനെക്കുറിച്ച് പറയാനുള്ളത്.